ജർമ്മനിയിലെ മാഗ്ഡെബർഗിൽ ക്രിസ്മസ് ചന്തയിലേക്ക് വാഹനമോടിച്ചു കയറ്റി 6 പേരുടെ മരണത്തിന് കാരണക്കാരനായ സൗദി അറേബ്യൻ പൗരനും സൈക്യാട്രിസ്റ്റുമായ താലിബ് ജവാദ് അൽ അബ്ദുൽ മുഹസന് ജീവപര്യന്തം തടവ് ശിക്ഷ. 2024 ഡിസംബർ 20 നടന്ന ഈ ഭീകരമായ സംഭവം ജർമ്മനിയെ നടുക്കിയിരുന്നു. വിചാരണയ്ക്കിടെ പ്രതിയുടെ കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഭാവിയിൽ ഇയാൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെക്കുറെ ഇല്ലാതാക്കുന്ന പ്രത്യേക കാഠിന്യമുള്ള കുറ്റകൃത്യം എന്ന വിഭാഗത്തിലാണ് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 51-കാരനായ അബ്ദുൽ മുഹസൻ വാടകയ്ക്കെടുത്ത BMW SUV ഉപയോഗിച്ചാണ് ക്രിസ്മസ് ചന്തയിലെ ജനക്കൂട്ടത്തിലേക്ക് ഇരച്ചു കയറിയത്. കൃത്യം നടക്കുമ്പോൾ വാഹനം മണിക്കൂറിൽ 48 കിലോമീറ്റർ വേഗതയിലായിരുന്നു. 1 മിനിറ്റും 4 സെക്കൻഡും നീണ്ടുനിന്ന ഈ ക്രൂരകൃത്യത്തിൽ 5 സ്ത്രീകളും 9 വയസ്സുള്ള ഒരു ബാലനുമാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. കൂടാതെ 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിചാരണ വേളയിൽ താൻ വാഹനമോടിച്ചതായി സമ്മതിച്ചെങ്കിലും ആളുകളെ മനഃപൂർവ്വം ഇടിച്ചതാണെന്ന വാദം പ്രതി നിഷേധിച്ചിരുന്നു. എന്നാൽ കോടതിയിൽ സമർപ്പിച്ച തെളിവുകളും പ്രോസിക്യൂഷന്റെ വാദങ്ങളും ഇയാൾ കുറ്റകൃത്യം ആസൂത്രിതമായി ചെയ്തതാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. സിവിൽ കേസിൽ തനിക്കുണ്ടായ പരാജയത്തിലും തുടർച്ചയായ നിയമ നടപടികളുണ്ടായ തിരിച്ചടികളിലുമുള്ള കടുത്ത നിരാശയും ദേഷ്യവുമാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് കണ്ടെത്തൽ. പ്രതിക്ക് നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ കണ്ടെത്തിയെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ഇത് മതിയാകില്ലെന്നും പ്രതി ഇപ്പോഴും സമൂഹത്തിന് അപകടകാരിയാണെന്നും കോടതി നിരീക്ഷിച്ചു. ഇസ്ലാം വിരുദ്ധ നിലപാടുകളും തീവ്ര വലതുപക്ഷ ചിന്താഗതികളും പുലർത്തിയിരുന്ന ഇയാൾ നേരത്തെയും പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. സംഭവത്തിന് ശേഷം ജർമ്മനിയിലെ കുടിയേറ്റ നിയമങ്ങളെക്കുറിച്ചും സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ക്രിസ്മസ് ചന്തകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കോൺക്രീറ്റ് ബ്ലോക്കുകളും ആയുധധാരികളായ പോലീസുകാരെയും ഉപയോഗിക്കുന്ന സ്ഥിതിവിശേഷം ഇതിനു ശേഷമുണ്ടായി. എങ്കിലും ഇത്തരമൊരു ദുരന്തം ജർമ്മൻ ജനതയെ വലിയ ഭീതിയിലാണ് ആഴ്ത്തിയത്. 100-ലധികം സാക്ഷികളെയും 200-ഓളം കക്ഷികളെ പ്രതിനിധീകരിക്കുന്ന 40-ഓളം അഭിഭാഷകരെയും ഉൾപ്പെടുത്തി വിപുലമായ രീതിയിലായിരുന്നു വിചാരണ നടന്നത്. മാഗ്ഡെബർഗിലെ കോടതിയിൽ ഇത്രയും വലിയൊരു കേസിലെ കക്ഷികൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാൽ പ്രത്യേക താൽക്കാലിക ഹാൾ തന്നെ നിർമ്മിക്കേണ്ടി വന്നു. പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ തള്ളിയ കോടതി ഇയാൾക്ക് പരോൾ ലഭിക്കാനുള്ള സാധ്യത പോലും ഇല്ലാതാക്കിയാണ് വിധി പ്രസ്താവിച്ചത്. പ്രതി അബ്ദുൽ മുഹസൻ തന്റെ കുറ്റകൃത്യത്തിൽ യാതൊരു ഖേദവും പ്രകടിപ്പിച്ചിരുന്നില്ലെന്ന് പ്രോസിക്യൂട്ടർ മഥിയാസ് ബോച്ചർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. വിചാരണ വേളയിൽ നിരന്തരം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഉയർത്തുകയും കോടതി നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇയാൾ. ഇതെല്ലാം പ്രതിയുടെ മനോഭാവത്തെയും കുറ്റകൃത്യത്തോടുള്ള സമീപനത്തെയും വ്യക്തമാക്കുന്നതായിരുന്നുവെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. താലിബ് ജവാദ് അൽ അബ്ദുൽ മുഹസന്റെ മുൻകാല ചരിത്രവും ഇസ്ലാം വിരുദ്ധ പ്രസ്താവനകളും ജർമ്മൻ അധികൃതർ നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നു. എങ്കിലും ഇങ്ങനെയൊരു ആക്രമണം നടത്തുന്നതിലേക്ക് ഇയാൾ എത്തിച്ചേരുമെന്ന് സുരക്ഷാ ഏജൻസികൾക്ക് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല എന്നത് വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. 2006 ജർമ്മനിയിലെത്തിയ ഇയാൾ അഭയാർത്ഥിയായി താമസിച്ചു വരികയായിരുന്നു.